പൂരയ്ക്കൊരുങ്ങി ഷൊർണൂർ കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം. പ്രസിദ്ധമായ പൂരമഹോത്സവം വ്യാഴാഴ്ചയാണ് ആഘോഷിക്കുന്നത്. കാളവേല പൂരമഹോത്സവങ്ങളുടെ ഭാഗമായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവത്തിന്റെ ആദ്യ ദിനമായ ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് നട തുറക്കലോടെ ചടങ്ങുകൾ ആരംഭിക്കും. രാത്രി 10 മണിക്ക് കലാമണ്ഡലം രാജകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ തായമ്പകയും തുടർന്ന് പുലർച്ചെ വരെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വരവുകളും തോൽപ്പാവക്കൂത്തും അരങ്ങേറും. ഫെബ്രുവരി 12 വ്യാഴാഴ്ചയാണ് പൂരമഹോത്സവം. അന്നുച്ചയ്ക്ക് 1:30 ദേവിയുടെ എഴുന്നള്ളത്ത് ആരംഭിക്കും. കാട്ടുകണ്ടത്തിൽ വെച്ച് നടക്കുന്ന തായമ്പകയും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലകളുടെ വരവും സംഗമവും ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമായിരിക്കും. രാത്രി 10:30 കലാമണ്ഡലം രതീഷ്, കലാമണ്ഡലം സനൂപ് ബാലുശ്ശേരി എന്നിവർ അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പകയും പൂരപ്രേമികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ശ്രീരാമ പട്ടാഭിഷേകം കഥയോടെ തോൽപ്പാവക്കൂത്ത് പുലർച്ചെ സമാപിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് തിരശ്ശീല വീഴും. 12 തീയതി നാളെ കാലത്ത് എല്ലാ ആചാരം അനുഷ്ഠാനങ്ങളോടുകൂടി വിശേഷാൽ പൂജകളോടുകൂടി ക്ഷേത്രത്തിൽ തിരുമേനിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ കാർമ്മിക കർമ്മങ്ങളെല്ലാം കൃത്യമായി നടത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ എഴുന്നള്ളത്ത് ശിവക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. ആ ശിവക്ഷേത്രത്തിൽ നിന്നും മറ്റുള്ള 3-4 ഭാഗത്തുള്ള വേലകൾ ശിവക്ഷേത്രത്തിൽ ഒരു 4 മണിയോടുകൂടി എത്തി ആ എല്ലാ വേലകളെയും സംഗമിച്ചുകൊണ്ട് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് ഈ കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഈ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി പാട്ടുകണ്ട പ്രദേശത്തുള്ള പാട്ടുകണ്ടത്തിലെ ആലിൻ ചുവട്ടിലേക്ക് വരും. ആ ആലിൻ ചുവട്ടിൽ ഈ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വാദ്യ ഉപകരണങ്ങളും ആനകളും കൊട്ടും വാദ്യങ്ങളൊക്കെ ഒന്നിച്ച് എല്ലാം ഒരു അകമ്പടിയോടുകൂടി കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര മൈതാനത്തിൽ നാളെ വൈകുന്നേരത്ത് ഒരു 5 മണിയോടുകൂടി നിരന്ന് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് സുമാർ ഒരു 5:30-6 മണിക്ക് മുന്നിൽ എല്ലാ വേലകളും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് ആനയുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിക്കും. നിരവധി കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മേളത്തോടുകൂടി വൈകുന്നേരത്ത് ഒരു 8 മണിയോടുകൂടിയാണ് ഈ പൂര ദിവസത്തെ സമാപനം, പകൽപൂരം.